ഇതെന്താ ഈ സാധനം കണ്ടോ? നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ. ഇത് എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും? ഞാൻ നേരത്തെ പറഞ്ഞ എൻറ്റയർലി ഡിഫറെൻ്റാണ്. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ കേട്ടിട്ടുണ്ട്, പക്ഷേ നമ്മൾ എന്ത് കേട്ടിട്ടില്ല? നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ കേട്ടിട്ടില്ല. കാരണം എക്സാമ്പിൾ, മാം, 1 കിലോ മുന്തിരിക്ക് എന്താ വില? 200 രൂപ. 1 കിലോ ചന്ദനത്തിന് എന്താ വില? അറിയില്ല അല്ലേ? അപ്പൊ നമുക്ക് എന്താ അറിയുള്ളൂ? മുന്തിരിയെ കുറിച്ച് അറിയാം, നമുക്ക് ചന്ദനത്തെ കുറിച്ച് അറിയില്ല. അപ്പൊ ഇന്ന് ഈ ചന്ദനം എന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഓടി വന്നൊരു കഥാപാത്രമുണ്ട്. വലിയ വീശയ്ക്കുള്ള ഒരാള്. ആരായിരുന്നു? വീരപ്പൻ അല്ലെ? ഈ വീരപ്പന്റെ ജോലി എന്തായിരുന്നു? ചന്ദന മോഷണം. എന്തുകൊണ്ടാണ് വീരപ്പൻ ഇവിടെ പ്ലാവും തെങ്ങും കവുങ്ങും ഒക്കെ ഉണ്ടായിട്ട് ചന്ദനം മോഷ്ടിക്കാനുള്ള കാരണം എന്തായിരുന്നു? ചന്ദനത്തിന് വില കൂടുതലായിരുന്നു. എങ്കിൽ ഈ വില കൂടുതലുള്ള മരം നിങ്ങൾ എന്തുകൊണ്ട് വീട്ടിൽ വെച്ചില്ല? കട്ടുകൊണ്ട് പോകും. വീരപ്പൻ ചത്തില്ലേ? വീരപ്പന്റെ പിൻഗാമികൾ ഇവിടെയുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ചന്ദനം നമുക്ക് 2-3 പ്രശ്നങ്ങളാണ്. ലീഗലായിട്ട് പ്രശ്നങ്ങളുണ്ടോ? 2, ഇത് കട്ടുകൊണ്ട് പോവില്ലേ അല്ലെ? അപ്പൊ ഇന്ന് അതിനൊക്കെയുള്ള സൊല്യൂഷനാണ് കിട്ടാൻ വേണ്ടി പോണത്. നിങ്ങൾ വിലായത്ത് ബുദ്ധ സിനിമ കണ്ടത്? പൃഥ്വിരാജിന്റെ കണ്ടിരുന്നു? വിലായത്ത് ബുദ്ധ, അതായത് പൃഥ്വിരാജിന്റെ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് ഒരു ഫിലിമാണ്. അതിന്റെ കഥ, ഒരു ചന്ദനമരം നമ്മുടെ ഷെമ്മി തിലകന്റെ വീടിന്റെ മുമ്പിലുണ്ട്. അതിന്റെ വില 1.5 കോടി രൂപ, ഒരു മരത്തിന്റെ വില. ഈ മരം പൃഥ്വിരാജ് മോഷ്ടിക്കാൻ വരുന്നു. അത് ഷെമ്മി തിലകൻ കൊടുക്കില്ല. രാത്രി ഈ മരത്തിന്റെ താഴെ കട്ടലക്കെട്ട് കിടന്ന് ഉറങ്ങുന്നു. അതാണ് കഥ. ഓക്കെ, അതൊന്നും നിങ്ങൾ കണ്ടാൽ കൂടുതൽ മനസ്സിലാവും. ഞാനും കഥ പറയാൻ വേണ്ടി വന്നതല്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് ഈ ഒരു നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ എന്ന് പറയുന്ന ഒരു ആശയമാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ വേണ്ടി പോണത്. അതിന്റെ 5 സെന്റ് ഭൂമിയിൽ 570 കോട്ടേജുകൾ പണിതുകൊണ്ട് 12 ഏക്കറിൽ 150 കോട്ടേജുകളും അതിൽ 3000 ചന്ദനമരങ്ങളും. ഇതാണ് നമ്മുടെ പ്രൊജക്ട്. അപ്പൊ ഇതിന്റെ 8ാമത്തെ ഉദ്ഘാടനം ഫിലിം സ്റ്റാർ ഭാമ 27-ാം തീയതി ഈ മാസം നിർവഹിക്കുകയാണ്. അപ്പൊ ആദ്യം നിങ്ങൾ എല്ലാവരെയും തന്നെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കുന്നു. ഓക്കെ, എല്ലാവരും വൈകിട്ട് 4 മണിക്കാണ് ഉദ്ഘാടനം. കഴിഞ്ഞ ഉദ്ഘാടനം കഴിഞ്ഞ 30-ാം തീയതി ആയിരുന്നു. അത് ഫിലിം